ബൈബിളിനോടും ശാസ്ത്രത്തോടുമുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള 100 വീഡിയോകളുടെ പരമ്പരയിലെ അടുത്ത വീഡിയോയാണിത്. ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് നിർമ്മിച്ച ഈ വീഡിയോ ഡോക്ടർ സനീഷ് ചെറിയാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ബൈബിളിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ആക്രമണങ്ങൾ വളരെ ശക്തമായി മാറിയിരിക്കുന്നു. അവ വാർത്തകളിലുണ്ട്. ശാസ്ത്രമാസികകളിലും സ്കൂൾ പാഠപുസ്തകങ്ങളിലും ഇന്റർനെറ്റിലുമെല്ലാം. അവഗണിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു നിരന്തരമായ ശബ്ദം പോലെയാണിത്. നിങ്ങൾ ലോകത്തിന്റെ സന്ദേശം ശ്രദ്ധിച്ചാൽ ബൈബിൾ പഴയതോ അസത്യമോ മണ്ടത്തരമോ ആണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും കേൾക്കും. ഇതൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഒരു പഴയ തലമുറയ്ക്ക് ഇത് എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ യുവാക്കൾ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ആൽപ്സ് മീഡിയ അവർ ശ്വസിക്കുന്ന വായ പോലെയാണ്. അത് എല്ലായ്പ്പോഴും അവിടെയുണ്ട്, അവർ അത് തിരിച്ചറിയാതെ തന്നെ. ഈ മാധ്യമം അവരുടെ മനസ്സിൽ സംശയത്തിന്റെ ചെറിയ വിത്തുകൾ നടന്നു. സന്ദേശം സമർത്ഥമാണ്, ശാസ്ത്രം ബൈബിൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ വിത്തുകൾ ഉറച്ചു നിൽക്കുന്നു. സംശയം ഒരു യുവഹൃദയത്തിൽ ഒരു വീടുണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്നില്ല. അത് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കും. അവർ വിശ്വസിക്കുന്നതിനെ അത് തിന്നുതീർക്കുന്നു. നല്ല ഉത്തരം കണ്ടെത്തുന്നതുവരെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം വല്ലാതെ ഇളകുന്നതുവരെയോ. അതുകൊണ്ടാണ് ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ നാം അവഗണിക്കരുത്. നമ്മുടെ കുട്ടികളുടെ വിശ്വാസം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ആത്മവിശ്വാസത്തിന്റെ ശക്തമായ മനോഭാവം നാം വളർത്തിയെടുക്കണം. നമുക്ക് ആത്മവിശ്വാസമുണ്ടാകാൻ കഴിയുന്നത് എന്തുകൊണ്ട്? കാരണം നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ വരെ അറിയാം. ഒന്നാമതായി, പ്രപഞ്ചം, സൃഷ്ടി മുഴുവനും ദൈവത്തിന്റെ മനോഹരമായ കരകൗശലമാണെന്ന് നമുക്കറിയാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, നമ്മുടെ ഉള്ളിലെ DNA, ഭൗതികശാസ്ത്ര നിയമങ്ങൾ, ഇതെല്ലാം ഒരു മഹത്തായ സൃഷ്ടാവാണ് രൂപകൽപ്പന ചെയ്തതെന്ന് നമുക്കറിയാം. രണ്ടാമതായി, ബൈബിൾ ദൈവത്തിന്റെ സ്വന്തം വചനമാണെന്നും അത് അവന്റെ പ്രണയലേഖനമാണെന്നും നമുക്കുള്ള അവന്റെ നിർദ്ദേശ മാനുവലാണെന്നും അത് അവന്റെ വാമൊഴിയായി പ്രചോദിതമായ വെളിപ്പെടുത്തലാണെന്നും നമുക്കറിയാം. ഈ അത്ഭുതകരമായ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. വേദപുസ്തകത്തിന്റെയും ബൈബിളിന്റെയും പ്രകൃതിയുടെ പുസ്തകത്തിന്റെയും സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെയും രചയിതാവാണ് ദൈവം. അവ രണ്ടിന്റെയും ഉത്ഭവം ഒരേ പൂർണ്ണനായ ദൈവത്തിലായതിനാൽ അവയ്ക്ക് ഒടുവിൽ പരസ്പരം വിരുദ്ധമാകാൻ കഴിയില്ല. അത് അസാധ്യമാണ്. വൈരുദ്ധ്യം പോലെ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ പ്രശ്നം ദൈവത്തിന്റെ പ്രവൃത്തികളുടേതല്ല, നമ്മുടെ പരിമിതമായ മനുഷ്യധാരണയിലാണ് പ്രശ്നം. നമ്മൾ പ്രകൃതിയുടെ പുസ്തകത്തെ തെറ്റായി വായിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ തിരുവെഴുത്ത് പുസ്തകത്തെ തെറ്റായി വായിക്കുന്നുണ്ടാകാം. ക്ഷമയോടെയും ബഹുമാനത്തോടെയും രണ്ടും ശ്രദ്ധാപൂർവം പഠിക്കുമ്പോൾ അവർ ശത്രുക്കളില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അവർ സുഹൃത്തുക്കളായി മാറുന്നു. അവർ പരസ്പരം അതിശയകരമായ രീതിയിൽ അഭിനന്ദിക്കും. വ്യത്യസ്ത ഭാഷകളിൽ അവർ ഒരേ സത്യത്തിന്റെ ഗാനം ആലപിക്കുന്നു. എന്നാൽ നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മവിശ്വാസമുള്ള മനോഭാവം ഉണ്ടാകൂ. ഇവിടെ അജ്ഞത ആനന്ദമല്ല. ദൈവത്തിന്റെ ലോകത്തെയും ദൈവവചനത്തെയും കുറിച്ചുള്ള അറിവുകൊണ്ട് നാം സ്വയം സജ്ജരാക്കണം. അത്ഭുതകരമായ വാർത്ത എന്തെന്നാൽ ദൈവം ധാരാളം വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ തലങ്ങൾക്കുമായി പുസ്തകങ്ങളും വീഡിയോകളും വെബ്സൈറ്റുകളും ഉണ്ട്. തുടക്കക്കാർക്കുള്ള വളരെ ലളിതമായ വിശദീകരണങ്ങൾ മുതൽ വിദഗ്ധർക്കുള്ള വളരെ സാങ്കേതികമായ രചനകൾ വരെ. അതിശയകരമായ തെളിവുകളെക്കുറിച്ചും ബൈബിളിന്റെ ചരിത്ര സത്യത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ കഴിയും. നാം ഉത്കണ്ഠയുടെ മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. വേദനിക്കുന്നവരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് നമുക്ക് അനുകമ്പ ഉണ്ടായിരിക്കണം. ഇതൊരു ലളിതമായ സംവാദം മാത്രമല്ല. ഇത് വളരെ വലിയ ആത്മീയ സംഘട്ടനത്തിന്റെ ഭാഗമാണ്, യുഗങ്ങളുടെ സംഘട്ടനം. വെളിച്ചത്തിനും ഇരുട്ടിനുമിടയിലുള്ള ഒരു പോരാട്ടമാണിത്. വളരെക്കാലം മുമ്പ് മനോഹരമായ ഏദൻ തോട്ടത്തിൽ നിന്നാണ് ഈ യുദ്ധം ആരംഭിച്ചത്. അവിടെ സാത്താൻ വിവരങ്ങളെ ആക്രമിച്ചു. അവൻ ഹവ്വായോട് ചോദിച്ചു, ദൈവം ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ആ ലളിതമായ ചോദ്യം മതിയായിരുന്നു സംശയം സൃഷ്ടിക്കാൻ. ഇന്ന് സാത്താന്റെ സമീപനം അതുതന്നെയാണ്, പക്ഷേ അത് കൂടുതൽ പരിഷ്കൃതമായിരിക്കുന്നു. ദൈവവചനത്തെ സംശയിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ അവൻ ഇപ്പോൾ പലപ്പോഴും ശാസ്ത്രത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് താനാണെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ അവൻ സമർത്ഥമായ വാദങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ ആയുധം സത്യമാണെന്ന് നമുക്കറിയാം. ബൈബിളിനെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള യഥാർത്ഥ സത്യം നമുക്ക് യുവാക്കൾക്ക് കാണിച്ചുകൊടുക്കാൻ കഴിയുമ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കുന്നു.
വ്യാജ പ്രചാരണത്തിന്റെ അമ്പുകളെ തടയാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ ഒരു പരിച നാം അവർക്ക് നൽകുന്നു. കൂടാതെ സത്യസന്ധതയുടെ മനോഭാവം നാം വളർത്തിയെടുക്കണം. നമ്മൾ യഥാർത്ഥരായിരിക്കണം. ആരുമില്ല. എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. ഓരോ ചോദ്യത്തിനും ഒരു ക്രിസ്തീയ പണ്ഡിതന്റെ പക്കൽ ഉത്തരമില്ല. ശാസ്ത്രത്തിന്റെ പേരിൽ വിമർശകർ ഉന്നയിക്കുന്ന അത് ശരിയാണ്. ഇത് നമ്മെ അസ്വസ്ഥരാക്കുകയോ ലജ്ജിപ്പിക്കുകയോ ചെയ്യരുത്. ബുദ്ധിമുട്ടുള്ള ഒരു ഗണിത പാഠപുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു വിദ്യാർത്ഥിക്കും ആദ്യ ശ്രമത്തിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം കണ്ടെത്തുമ്പോൾ അവർ ഗണിതത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്ന് അവർ കരുതുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നില്ല. പകരം അവർ അധ്യാപകനോട് സഹായം ചോദിക്കുന്നു. പുസ്തകത്തിന്റെ പിന്നിൽ ഉത്തരം തിരയുന്നു. ഒരു സുഹൃത്തിനൊപ്പം പഠിക്കുന്നു. ബൈബിളുമായി നമുക്ക് അതേ ആത്മവിശ്വാസവും സത്യസന്ധവുമായ മനോഭാവം ഉണ്ടായിരിക്കണം. നമുക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യം കണ്ടെത്തിയാൽ അത് ഒരു നല്ല ചോദ്യമാണെന്ന് നമുക്ക് പറയാം. എനിക്ക് ഉത്തരം അറിയില്ല, പക്ഷേ ദൈവത്തിന് ഒന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്കത് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം. തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് വിദഗ്ധരുടെയും പുസ്തകങ്ങളുടെയും ദൈവം നൽകിയ വിഭവങ്ങളുടെയും അടുത്തേക്ക് പോകാം. ഒടുവിൽ ഏറ്റവും പ്രധാനമായി ഈ മുഴുവൻ വിഷയത്തെയും നാം വളരെ വിനയത്തോടെ സമീപിക്കണം. പത്രോസ് പുലർച്ചെ 3:15 തയ്യാറാകാൻ പരിശുദ്ധാത്മാവ് വിശ്വാസികളോട് കൽപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്ന ഏതൊരാൾക്കും ഉത്തരം നൽകാൻ. പക്ഷേ സൗമ്യതയോടും ബഹുമാനത്തോടും കൂടി ഇത് ചെയ്യാൻ അവൻ നമ്മോട് പറയുന്നു. ഒരു തർക്കത്തിൽ ജയിക്കാനുള്ള പോരാട്ടത്തിലല്ല, ഹൃദയം കീഴടക്കാനുള്ള ദൗത്യത്തിലാണ് നാം. നമ്മൾ എളിമയുള്ളവരായിരിക്കണം, പ്രത്യേകിച്ച് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ധാരാളം അറിയാമെങ്കിൽ. അറിവ് ആളുകളെ അഭിമാനഭരിതരാക്കും. എന്നാൽ സ്നേഹത്തോടെയും സൗമ്യമായ മനസ്സോടെയും പങ്കിടുമ്പോൾ സത്യം അവിശ്വസനീയം അമിതം ശക്തമാണ്. നമ്മൾ ബുദ്ധിമാനാണെന്ന് തെളിയിക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. ശാസ്ത്രം സൃഷ്ടിച്ച് നമുക്ക് ബൈബിൾ നൽകിയ അത്ഭുതകരമായ ദൈവത്തിലേക്ക് ആളുകളെ നയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവന്റെ സത്യത്തിന്റെ അദ്ഭുതവും അവന്റെ സ്നേഹത്തിന്റെ ഉറപ്പും പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ യേശുവിന്റെ സ്വഭാവത്തെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമാകുന്നതിന് ഈ രീതിയിൽ ഞങ്ങളുടെ ഉയർന്ന വിവരദായക വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോ രചിച്ചത് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ആണ്. ഇന്ത്യയിൽ അദ്ദേഹം ഏറ്റവും മുതിർന്ന വിദഗ്ധനാണ്. ബൈബിളിന്റെ കൃത്യതയെയും വിശ്വാസ്യതയെയും കുറിച്ച് 1970 അദ്ദേഹം സൃഷ്ടി ഗവേഷണ ഗ്രൂപ്പ് സ്ഥാപിച്ചു. മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ സനീഷ് ചെറിയാനാണ്.